ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശ്രീദേവി വീട്ടിൽ ദേവാനെ വിളിച്ച് സങ്കടം പറയുന്നുണ്ട്. എല്ലാം തീർന്നു എന്നാണ് തോന്നണ അച്ഛാ, എൻ്റെ ജീവിതം അവസാനിച്ചു. എന്താടി നീ കരയുന്നത്? എല്ലാം ശരിയായെന്നല്ലേ നീ പറഞ്ഞത്? സ്കൂളിൽ പോയിട്ട് നിനക്ക് ജോലിക്ക് കയറാൻ പറ്റിയില്ലല്ലോ, സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നില്ല എന്ന് നീ പറഞ്ഞതല്ലേ, പിന്നെ നീ എന്തിനാണ് ഇപ്പോൾ സങ്കടപ്പെടുന്നത്? അല്ല അച്ഛാ, അച്ഛൻ വിചാരിക്കണ പോലെയല്ല കാര്യങ്ങളാകെ കൈവിട്ടു പോയിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി. എന്തെങ്കിലും കാര്യത്തിൽ ഒരു കള്ളത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് തൊട്ട് പിന്നെ കള്ളങ്ങൾ പറയേണ്ടി വരുമെന്ന്. എനിക്കിനി വയ്യ ഇവിടെ പിടിച്ചു നിൽക്കാൻ. ഇവരെല്ലാവരും എന്നെ പിടിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ കള്ളത്തരങ്ങളെല്ലാം പിടിക്കപ്പെടും. എനിക്ക് സമാധാനം നഷ്ടപ്പെട്ടിരിക്കുക. എടി കാര്യം പറ, ഇപ്പം എന്താ നിൻ്റെ സമാധാനം നഷ്ടപ്പെടാൻ? അല്ല, ഇന്നിപ്പോൾ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാതെ രക്ഷപ്പെട്ടു. പക്ഷെ അവർ എന്താണെന്നറിയോ? കുഴപ്പമില്ല, നാളെ സർട്ടിഫിക്കറ്റും കൊണ്ട് ചെന്നാൽ മതിയെന്ന്. അപ്പോൾ നാളെ ആയാലും ഞാൻ ഈ കുരുക്കിൽ പെടില്ലേ? എൻ്റെ അവസ്ഥ നിങ്ങളൊന്നും മനസ്സിലാക്കണില്ലേ എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി സങ്കടപ്പെടുക കേട്ടോ. പക്ഷേ ഉദയഭാനു പറയുന്നുണ്ട്, നീ സമാധാനപ്പെട്, നിൻ്റെ സങ്കടം ഞാൻ മാറ്റിത്തരാം. പിന്നെ നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഈ പ്രശ്നം ഞങ്ങളായിട്ടാണ് തുടങ്ങിയതെങ്കിൽ ഞങ്ങളായിട്ട് തന്നെ ഇത് അവസാനിപ്പിച്ചോളാം എന്ന് പറയാട്ടോ. അപ്പോൾ ഫോണിൽ കൂടെ സ്പീക്കർ ഫോണിൽ സംസാരിക്കുന്ന സമയത്ത് ശ്രീകല പറഞ്ഞിട്ടുണ്ട്, എടി നീ അച്ഛൻ പറയുന്നത് തൽക്കാലം കേൾക്ക്. എന്ത് പറയാം? എടി നീ സമാധാനമായിട്ട് കേൾക്ക്, ഞാനിപ്പോൾ പറയാം എന്താ ഞാനൊരു ഐഡിയ കൊണ്ടുവരുന്നതെന്ന്. പിന്നെ നാളെ നിൻ്റെ വീട്ടിലൊരു കള്ളൻ കയറും. നാളെയല്ല, ഇന്ന് രാത്രി. നാളെയാണ് നിനക്ക് അവിടെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാനുള്ളത്. കള്ളനോ? അതെ, കള്ളൻ കയറും, ഉറപ്പ്. നിൻ്റെ സ്വർണ്ണങ്ങളും അവിടെ ഇരിപ്പുണ്ടല്ലോ, മുക്കുപണ്ടങ്ങളാണെങ്കിലും നിൻ്റെ സ്വർണം തന്നെയല്ലേ, ആ സ്വർണവും സർട്ടിഫിക്കറ്റും ഒക്കെ മോഷണം പോവും ഇന്ന് രാത്രി. അച്ഛൻ എന്തൊക്കെയാണ് പറയണത്? അതേടി, ഏത് കള്ളൻ കയറുന്ന കാര്യം അച്ഛൻ പറയണം? ഉദയഭാനു എന്ന് പറയണ കള്ളൻ, ഈ കള്ളൻ ഞാൻ തന്നെയാണ് കയറുന്നത്. എൻ്റെ ദൈവമേ, എന്തൊക്കെ പരിപാടികളാണ് നിങ്ങളീ കാണിച്ചു വയ്ക്കുന്നത്. ഇനി അടുത്ത പ്രശ്നത്തിന് തിരി കൊളുത്തുവാണല്ലേ? അല്ല എടി, ഇതൊക്കെ തുടങ്ങി വെച്ചത് ആരാ? ഈ നിനക്ക് നമ്മുടെ ഈ സ്വത്തുണ്ടെന്നും പണമുണ്ടെന്നും ഒക്കെ പറഞ്ഞ് കള്ളത്തരം പറഞ്ഞ് കല്യാണം കഴിപ്പിച്ച വിട്ടതാരാ? ഞങ്ങളല്ലേ. അപ്പോൾ നിനക്കത് വിഷമം വരാതിരിക്കാൻ വേണ്ടി ഒരു പരിഹാരം ഉണ്ടാക്കേണ്ടതാരാ? അതും ഞങ്ങളല്ലേ. അപ്പോൾ ഇപ്പോൾ ഈ വന്നിരിക്കുന്ന പ്രശ്നം പരിഹരിക്കേണ്ടതും ഞങ്ങളുടെ കടമയാണ്. ഞങ്ങൾ ഇത് നല്ല രീതിയിൽ ഇത് ഞങ്ങൾ പരിഹരിച്ച് തന്നോളാം കേട്ടോ എന്ന് ഇത്രയും ഇങ്ങനെ പറയുക ഉദയഭാനും. അപ്പോൾ ശ്രീദേവിക്ക് വീണ്ടും ടെൻഷനാവണം. ആവശ്യമില്ലാതെ അച്ഛൻ ഇതിനകത്ത് കള്ളം ചമഞ്ഞ് വന്ന് കയറിയാൽ പിടിക്കുകയോ വല്ലതും ചെയ്താൽ ആകെ കുഴപ്പമാവും. ആരും പിടിക്കത്തില്ല, ഞാൻ പറയണ പോലെ നീ കേട്ടാൽ മതി. രാത്രി ഒരു 12 മണിയൊക്കെ കഴിയുമ്പോൾ നീ അടുക്കള വാതിലങ്ങ് തുറന്നിട്ടേക്കണം. പിന്നെ നിങ്ങളുടെ ബെഡ്റൂം അതും അങ്ങ് തുറന്നിട്ടേക്കണം. എന്നിട്ട് ഞാനിതെല്ലാം എടുത്തിട്ട് പോയി കുറേ സമയം കഴിയുമ്പോൾ നീ അവിടെ കിടന്ന് അലറി വിളിച്ചോളണം, അയ്യോ എൻ്റെ സ്വർണ്ണവും പണവും പിന്നെ സർട്ടിഫിക്കറ്റും എല്ലാം മോഷണം പോയേന്ന്. അതോടുകൂടി എല്ലാം ശുഭം. അച്ഛാ, ഇതൊക്കെ നടക്കും എന്നും പറഞ്ഞ് ഫോൺ വയ്ക്കാട്ടോ. അങ്ങനെ അതേ ടെൻഷനിങ് കേട്ടും കൊണ്ട് ഡൈനിങ് ഹാളിൻ്റെ ആ ഒരു ഡൈനിങ് ടേബിളിൽ വന്നിരുന്നും കൊണ്ട് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രീദേവി. അപ്പോൾ മിത്രയും അവിടെ വന്നിട്ട് ചോദിക്കുന്നു, ചേച്ചി ഇന്നലെ തന്നെ ആ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോയിരുന്നെങ്കിൽ രക്ഷപ്പെട്ടു. ഉടനെ തന്നെ കയറായിരുന്നു ജോലിക്ക്. എന്ത് രസമാണെന്നറിയോ കുട്ടികളെ പഠിപ്പിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചിക്ക് ആ ഭാഗ്യം കിട്ടിയല്ലോ. എന്നിട്ട് ഇനി ഒരു ദിവസം കൊണ്ട് കാത്തിരിക്കണ്ടേ? ശരിയാ, നാളെ കൊണ്ട് എല്ലാത്തിനും തീരുമാനം ആയിക്കോളും. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞ്? ഇല്ല, നാളെ എന്തായാലും സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകുമ്പോൾ ജോലിക്ക് കയറാമല്ലോ, അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ അവർക്കുള്ള ചായയും കൊണ്ട് ഗോമതി അങ്ങോട്ട് വന്നിട്ടുണ്ട്. എന്താ നിങ്ങളൊരു സംസാരം? അപ്പോൾ മിത്ര പറയാം, ചേച്ചിയുടെ ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞേ നമ്മളിങ്ങനെ സംസാരിക്കുമായിരുന്നു. അതെ, ദേവി ജോലിക്കൊക്കെ കയറിയിട്ട് വേണം നമുക്കൊരു ദിവസം അങ്ങോട്ട് പോകാൻ കേട്ടോ മിത്രേ. എന്നിട്ട് കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നത് നമുക്കൊന്ന് ദൂരെ നിന്ന് കാണണം, അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. പിന്നെ മോളെ, നാളെ പോകുമ്പോൾ സർട്ടിഫിക്കറ്റ് ഒന്നും മറക്കല്ലേ, ഇന്ന് രാത്രി തന്നെ എല്ലാം എടുത്ത് റെഡിയാക്കി വച്ചേക്കണം. ഇല്ല, ഇന്ന് രാത്രിയോടുകൂടി എല്ലാം തീരുമാനമാവും അമ്മയെന്ന് പറയാം. അത് തന്നെ അങ്ങനെ പറഞ്ഞ്? അങ്ങനെയല്ല, ഇന്ന് രാത്രി തന്നെ ഞാൻ എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചോളാം. നാളെ സർട്ടിഫിക്കറ്റൊക്കെ കൊണ്ട് തന്നെ ഞാൻ ജോലിക്ക് പോവുള്ളൂ, നാളെ തന്നെ ജോലിക്ക് കയറും എന്നിങ്ങനെ പറയാം. അപ്പോഴാണ് ആരും ബാഗും തൂക്കി വരുന്നുണ്ട്. അപ്പോൾ ഗോമതി പറയടാ ഹരിയ, നീ എങ്ങോട്ട് പോവാ? ഞാൻ ജോലിക്ക് പോകണു. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ജോലിയെല്ലാം പതുക്കെ മതി, ഇപ്പോൾ അസുഖങ്ങളൊക്കെ മാറട്ടെ എന്ന്. അമ്മേ, ഇനിയും കിടന്നാൽ ശരിയാകത്തില്ല, എൻ്റെ അസുഖങ്ങളെല്ലാം പൂർണ്ണമായി മാറി, റെസ്റ്റൊന്നും പറഞ്ഞ് ഇവിടെ കിടന്നാൽ മതിയോ? ജോലിക്ക് പോകണ്ടേ? മിത്രയും ഗോമതിയും വല്ലാത്ത ധർമ്മസങ്കടത്തിലായിട്ടോ. അതുപോലെ ദേവിയും പറയുന്നുണ്ട്, അമ്മ പറയണ കേട്ടൂടെ നിനക്ക്? അപ്പം ഇല്ല എടുത്തി, എനിക്ക് ജോലിക്ക് പോകണം. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പേടിക്കണ്ട. ഇനി ഞാൻ വളരെ കരുതലോടെയും ശ്രദ്ധയോടെയും സൂക്ഷിച്ച് തന്നെ ഓരോന്നും ചെയ്തോളാം.
പിന്നെ പേടിക്കണ്ട കേട്ടോ. അവസാനം ആര്യൻ്റെ നിർബന്ധം സമ്മതിച്ചു കൊടുക്കാതെ വയ്യ. കാരണം ശ്രീദേവി പെട്ടെന്ന് ആലോചിക്കുകയാണ്, ആര്യൻ ഇവിടെ ഉണ്ടായിരുന്നാൽ അച്ഛൻ കള്ളനായിട്ട് വന്നതിന് ഉറപ്പായിട്ട് ആര്യൻ പിടിക്കും. ഇനി എത്രയൊക്കെ ആണെങ്കിലും ആര്യൻ മുന്നിട്ട് ഇറങ്ങി, അതിനേക്കാളും ആര്യൻ പോട്ടെ, അതാ നല്ലത്. ആര്യൻ ഇവിടെ ഇല്ലാതിരുന്ന അത്രയും സമാധാനം. അപ്പോൾ ഉടനെ ആര്യന് വേണ്ടി സപ്പോർട്ട് ചെയ്യാം. ആര്യന് വേറെ കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും, ആര്യൻ പോട്ടെ അമ്മേ, അതല്ലേ നല്ലത്. അങ്ങനെ എല്ലായിടത്തും യാത്ര പറഞ്ഞ് ആര്യൻ പതിവ് പോലെ ജോലിക്ക് പോവുക. വരാൻ രാത്രി താമസിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ പോവാട്ടോ. അപ്പോഴാണ് ഉടനെ എല്ലാവരും പറയും, സമാധാനം കേടായല്ലോ ഈശ്വര, ആര്യം പോകുന്നത് കാരണം ഗോമതിയും ഇത്രയും കൂടെ പറയാം, ആകെ ഉള്ള സമാധാനം കൂടെ നഷ്ടപ്പെട്ടു എന്ന്. ഉടനെ ദേവി അവിടെ നിന്ന് മാറുന്നിട്ട്, എൻ്റെ ഈ സമാധാനം എല്ലാം നഷ്ടപ്പെട്ടു. ദേവിയെ, നിൻ്റെ സമാധാനം എൻ്റെ ഇല്ല, ഞാൻ ആലോചിക്കായിരുന്നു ആര്യൻ സുഖമില്ലാതെ കിടന്നിട്ട് ഇന്ന് പോയതല്ലേ ഉള്ളൂ, അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമം അത്രയേ ഉള്ളൂ എന്നുടനെ. അങ്ങനെ അലോകാണെങ്കിൽ അവിടെ കാത്ത് നിൽപ്പുണ്ട് വഴിയിൽ, ആര്യനെ കാത്ത് നിൽക്കുക. ആര്യൻ ജോലിക്ക് പോകണ വഴിക്ക് ആര്യനെ കൈ തടഞ്ഞ് നിർത്തുന്നുണ്ട്. എടാ അവിടെ നിന്നേ, എന്താ വഴക്കിന് വന്നതാണോ? അല്ല, ഞാൻ വഴക്കിന് വന്നൊന്നുമില്ല, ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. എന്താ നിനക്ക് അറിയേണ്ടത്? അപ്പച്ചി എങ്ങനെ ഇരിക്കുന്ന? സുഖമായിട്ടിരിക്കണോ? ഓ, അത് നീ അറിയണ്ട, ഞങ്ങൾക്കറിയാം അപ്പച്ചീനെ നോക്കാനുമൊക്കെ. അല്ല, നീ തെറ്റായിട്ട് എടുക്കണ്ട, അപ്പച്ചി കുറച്ച് ദിവസം ഇവിടെ നിന്നെയാണല്ലോ, അപ്പോൾ അപ്പച്ചിയുടെ ആരോഗ്യവും കാര്യങ്ങളൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്നറിയാണ്ട് ഒരു കടമ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചതാ. ഓ, അത് ശരി, എന്തെങ്കിലും കാര്യം എന്നിൽ നിന്ന് അറിയാൻ വേണ്ടിയാണ് നീ ഇപ്പം ഇങ്ങോട്ട്, അല്ലാതെ അപ്പച്ചിയുടെ സുഖവിവരം അറിയാൻ വേണ്ടിയിട്ടല്ലാന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ആലോകെ. ദേ, കൂടുതൽ നീ കുടുംബത്തിൽ കയറി കളിക്കാൻ വന്നേക്കരുതേ, നീ കൂടുതലൊന്നും അന്വേഷിക്കണ്ട, നീ നിൻ്റെ പാടി നോക്കി പോടാ എന്ന് പറയാം. എന്നാലും അമ്മയ്ക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് ഇത്രയും പറഞ്ഞിട്ട് ആദ്യം പോവാം. വലവിൻ്റെ കൂട്ടുകാർ വന്നിട്ട്, എന്താടാ അവൻ പറഞ്ഞിട്ട് പോയത്? എടാ, അവൻ എന്നോട് പറയാണ്, സൂക്ഷിച്ച് കണ്ടു നടന്നോളെ, സൂക്ഷിക്കേണ്ടത് അവൻ തന്നെയാണ്. അവൻ്റെ പെങ്ങൾ എൻ്റെ വലയിലാണെന്നുള്ള കാര്യം അവൻ അറിയുന്നില്ലല്ലോ. അധിക താമസിയാതെ അവൻ എന്തായാലും ഇതൊക്കെ അറിയും, അപ്പോഴാണ് കളി മാറുന്നത് എന്ന് പറഞ്ഞിട്ട് അവന്മാരങ്ങ് പോവുക. അപ്പോൾ അതുപോലെ തന്നെ കടയിലേക്ക് ആകാശിനെ വിളിക്കാറുണ്ടല്ലോ രവീന്ദ്രൻ വരാനായിട്ട്. അപ്പോൾ അന്ന് നേരിട്ട് തന്നെ വരുവാണ്. വന്ന് കടയിലേക്ക് കയറി വരുമ്പോൾ തന്നെ ബാലൻ സ്വീകരിക്കുന്നുണ്ട്. ആ, രവീന്ദ്രനോ വന്നോ എന്ന് പറഞ്ഞ് അകത്തേക്ക് സ്വീകരിക്കണം. അല്ല, എന്താ കാര്യം? ഞാൻ ആകാശിനെ വിളിക്കാൻ വന്നതാണ്. ആകാശ് ഓടി വന്നിട്ട് പറയാം, ആ അങ്ങളെ ഞാൻ വരാം. ആകാശം നിനക്ക് ഇപ്പോൾ പോകണോ? ഇവിടെ കുറച്ച് പണിയില്ലേ, 1 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ പോരെ? ഇല്ലച്ചാ, അങ്കിൾ വന്ന് വിളിച്ചതല്ലേ, ഞാൻ പോയിക്കോട്ടെ, പിന്നെ പണി വന്നിട്ട് ചെയ്യാം. അത് ശരി, അപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യും, ഞാനേ രവീന്ദ്രനോട് ഒരു അല്പം ഒന്ന് സംസാരിച്ചോട്ടെ. എന്താ സംസാരിക്കാം? വാ, നമുക്ക് അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാം എന്നും പറഞ്ഞുകൊണ്ട് മാറി നിന്നിട്ട് ബാലനും രവീന്ദ്രനും കൂടെ സംസാരിക്കണ കൂട്ടത്തിൽ ഇപ്പം ബാലൻ പറയാണ്, നിങ്ങൾ എൻ്റെ ആകാശിനെ ഒരുപാട് മാറ്റിയെടുക്കുകയാണ്. ആകാശ് പഴയ പോലെയല്ല. ഇവിടെ ഗോമതി സ്റ്റോറിൽ ഉത്തരവാദിത്തമായിട്ട് നോക്കിക്കൊണ്ടിരുന്നിടത്ത് ഇപ്പോൾ അവനതൊന്നും നോക്കുന്നു പോലുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവനിങ്ങനെ വിളിച്ചുകൊണ്ട് പോകുന്നതൊന്നും ശരിയല്ല. എന്ത് ശരിയല്ല എന്ന്? പിന്നെ നിങ്ങൾ അവനൊരു സ്ഥാനവും മാനവും കൊടുക്കാതിരുന്നാൽ എവിടെയാണ് സ്നേഹം കിട്ടുന്നത്? അവൻ അങ്ങോട്ട് പോകും, അത്രയേ ഉള്ളൂ. പിന്നെ നിങ്ങളിത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് രവീന്ദ്രൻ പറഞ്ഞത്, അതെ, ഞാൻ മനഃപൂർവ്വം തന്നെ ചെയ്തത്. എൻ്റെ മോൾ എൻ്റെ നിന്ന് കൈവിട്ടു പോയി, നിങ്ങളാ തട്ടിയെടുത്തത്. അപ്പോൾ എൻ്റെ ഭാഗം പറയാൻ ഒരാളുമില്ല. അതുകൊണ്ട് തന്നെ ആകാശം എൻ്റെ ഭാഗത്ത് നിന്നോട്ടെ, അതല്ലേ നല്ലത്. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നത് തന്നെ, ആകാശനെ ഞാൻ എന്നിലേക്ക് അടുപ്പിക്കുന്നത് മനഃപൂർവ്വം തന്നെയാണെന്ന് വീണ്ടും വീണ്ടും രവീന്ദ്രൻ പറയാം. അപ്പോൾ ബാലൻ പറഞ്ഞിട്ടുണ്ട്, ദേ, നിങ്ങൾ ഈ ചെയ്യുന്നതൊന്നും ശരിയല്ല. ഭാര്യ വീട്ടിൽ പോകണം, വരണം, കാര്യങ്ങൾ അന്വേഷിക്കണം, ഇതൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പോൾ അവൻ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു. ദേവമംഗലത്തിൽ നിന്ന് അവനെ നിങ്ങൾ അകറ്റാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, മതി, നിങ്ങൾ കൂടുതൽ അവന് പുരാണമൊന്നും പറയണ്ട. സ്വന്തം ഭാര്യേനെ പോലും അടിച്ചിറക്കി വിട്ടതല്ലേ നിങ്ങൾ. അവസാനം ഭാര്യയെ തിരിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് എന്തൊക്കെ പാടുപെടേണ്ടി വന്നു. ആര്യന് ഒരു ആക്സിഡൻറ്റ് പോലും വരേണ്ടി വന്നു. എന്നിട്ടല്ലേ നിങ്ങൾ സ്വന്തം ഭാര്യയകത്തേക്ക് കയറ്റി. അങ്ങനെയുള്ള മനസ്സുള്ള നിങ്ങളോട് ഇനി ഞാൻ എന്താ സംസാരിക്കും? പക്ഷെ ഞാൻ അങ്ങനെയല്ല. ഞാൻ എൻ്റെ മോക്കായാലും മരുമോക്കായാലും നല്ല സ്നേഹം കൊടുത്ത് തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അവരെന്നോട് നിൽക്കും, അതിനിപ്പോൾ തെറ്റ് പറയാനൊന്നുമില്ല എന്നൊക്കെ ഇങ്ങനെ ബാലനോട് പറയാം. പക്ഷെ ഞാൻ ആകാശിനെ കൂടെ നിർത്തുകയും ചെയ്യും, ഞാൻ കൊണ്ടുപോവുകയും ചെയ്യും. ആകാശ് പറയട്ടെ വേണ്ടാന്ന്. അത് ശരി, അപ്പോൾ ഞാൻ പറയണ കാര്യങ്ങൾ ആകാശിനോട് പോയി പറയട്ടെ, ഇനി ആകാശിനെ കൊണ്ട് എന്നെ പറയിപ്പിക്കണം, അതാണ് നിങ്ങളുടെ ഉദ്ദേശമില്ല? അല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഉദ്ദേശമില്ല. പിന്നെ വേണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയട്ടോ. ഇതിവിടെ സംസാരങ്ങൾ കുറച്ച് കൂടി പോകുന്നുണ്ട്. അതിൽ കിടക്കുമ്പോൾ തന്നെ ആകാശം ഇങ്ങോട്ട് വരുന്നുണ്ട്. ആകാശം, എന്താ അങ്ങളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. പിന്നെ വെറുതെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് പോയി, അത്രയേ ഉള്ളൂ എന്ന് പറയാം. അപ്പോൾ ആകാശ് ഉടനെ, വാ അങ്കിളെ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് അങ്കിളിനെ വിളിച്ചങ്ങ് പോകുന്നുണ്ട്. ശരി, പോയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് ബാലനോട് യാത്ര ചോദിച്ച് പോകും. ബാലന് അത് സങ്കടമാവുക കേട്ടോ. ബാലൻ വല്ലാത്ത ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ രാമേട്ടൻ വന്ന് ചോദിക്കാം, എന്ത് പറ്റി ബാല, എന്തെങ്കിലും വിഷയം ഉണ്ടായോ, സംസാരം ഉണ്ടായോ? ഒന്നുമില്ല, ഞങ്ങൾ വെറുതെ ഒന്ന് സംസാരിച്ചതാണ്. ബാലൻ്റെ മനസ്സിൽ വല്ലാത്തൊരു സങ്കടം വന്നു തുടങ്ങി. എന്നിട്ട് അവിടെ ഇരുന്ന പാത്രത്തിലേക്ക് ഒന്ന് ഇടവിട്ട് പറയാം, രാമേട്ട, ഇവിടേക്ക് എന്താ ഭയങ്കര പൊടിയാണല്ലോ എന്ന് പറഞ്ഞ് വിഷയം മാറ്റിയിട്ട് നേരെ അകത്തേക്ക് പോവുക. രാമേട്ടൻ വന്ന് തുടച്ച് നോക്കുമ്പോഴത്തേക്കും പൊടിയില്ല, ഒന്നുമില്ല. ഇവിടെ നിന്ന് എന്താ പറയുന്നത്,
പൊടിയാണെന്നോ? മനസ്സിലായി. മനസ്സിൽ എന്തോ വല്ലാത്തൊരു ഭാരം ഇട്ട് കൊടുത്തിട്ട് അയാൾ പോയിരിക്കുന്നത് എന്ന് വിചാരിക്കട്ടോ. അന്ന് രാത്രിയാകുമ്പോഴത്തേക്കും ഉദയഭാനു ദേവമംഗലത്ത് കള്ളനായിട്ട് വന്ന് കയറാൻ വേണ്ടി വരികയാണ്. വന്ന് നിന്നോട് ഫോൺ വിളിച്ച് മോളോട് നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുക. എടി, ഞാൻ ഏകദേശം ഇവിടെ തന്നെ എത്തിയിട്ടുണ്ട്. നീ ഒരു കാര്യം ചെയ്യും, അടുക്കള ഭാഗത്ത് തുറന്നിട്ടോ. പിന്നെ നിൻ്റെ ബെഡ്റൂമിലെ റൂം തുറന്നിട്ടേക്കണം, മറന്നു പോയേക്കരുത്. കേട്ടല്ലോ? അച്ഛാ, എനിക്ക് പേടിയാവുന്നു. ഒന്നും പേടിക്കണ്ട. ദേ അച്ഛ, ഇങ്ങോട്ട് വരണ്ട അച്ഛ. വരണം, നീ ഒന്നും മിണ്ടാതിരുന്നേ എന്ന് ഞാൻ ഫോൺ വയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക. അതെല്ലാം കഴിഞ്ഞ് ബാൽക്കണിയിൽ നിന്ന് നേരെ വന്ന് കിടക്കാൻ വേണ്ടി വരികയാണ്. തലയാണ് എടുത്ത് ഇങ്ങോട്ട് നീക്കുന്നതും ആനന്ദം ഉണരുവാട്ടോ. പേടിച്ച് പോകുന്നുണ്ട് ശ്രീദേവി. അയ്യോ, ആനന്ദേട്ട ഉണർന്നോ? നീ എങ്ങോട്ടാണ് പോയത്? ഇല്ല, ഞാനത് വെറുതെ വെളിയിലേക്ക് ഫോൺ ചെയ്യാൻ. ആരെ ഈ രാത്രി? അല്ല, അച്ഛൻ വിളിച്ചിരുന്നേ, അച്ഛനോട് സംസാരിക്കാൻ. എന്നിട്ട് സംസാരിച്ചു. എന്നാൽ പിന്നെ നീ വെളിയിൽ പോയി എന്തിനാ? ഇവിടെ നിന്ന് സംസാരിച്ചാൽ പോരെ? ഞാൻ സംസാരിച്ചാൽ ചിലപ്പോൾ ആനന്ദേട്ടന് ഉറക്കം പോവും. അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വെളിയിലോട്ട് ഇറങ്ങി തന്നെ. എന്നിട്ട് എന്തൊക്കെയാണ് പറഞ്ഞേ? അല്ല, ഞാനിപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊന്ന് സംസാരിച്ചു, അത്രയേ ഉള്ളൂ. ശരി, എന്നാൽ പിന്നെ കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങാം, കിടന്നോ. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മൂടി ദേവി അവിടെ കിടക്കുക. എന്നിട്ട് സമാധാനം ഇല്ല. ഫോൺ എടുത്ത് നോക്കുന്നുണ്ട്. അച്ഛൻ ഇപ്പോൾ വിളിക്കൂ എന്ന് പറഞ്ഞു. കാരണം ഫോൺ റെഡിയാക്കി വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം വീണ്ടും ഫോൺ നോക്കിക്കൊണ്ട് എടുക്കുമ്പോൾ ആനന്ദ് ചോദിക്കുക, എന്താ ദേവി നീ ഫോൺ നോക്കിയിരിക്കുന്നത്? നിനക്ക് ഉറക്കം വരുന്നില്ലേ? ഉറക്കം വരുന്നു എന്നും പറഞ്ഞ് തിരിഞ്ഞ് ഇങ്ങോട്ട് കിടന്നിട്ട് ആ ഫോണെടുത്ത് സ്വന്തം തലേൻ്റെ അടിയിലേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് പേടിച്ച് ടെൻഷനോട് കിടക്കുക കേട്ടോ. അച്ഛൻ വന്നു കഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആകെ പ്രശ്നമാവുമല്ലോ, ആ ഒരു ടെൻഷനിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് തീരാട്ടോ. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്. താങ്ക് യു.